വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും കണിയൊക്കെ കണ്ട് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഉത്സവം വ്ളോഗിൻ്റെ ഡേ 2 ആണ്. അപ്പം ഇന്ന് നമുക്ക് അമ്പലത്തിലൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇവനെയാണ് കണ്ടത്. ഞങ്ങളുടെ അണ്ണൻ്റെ മോനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ പോയി. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇന്നും രാവിലെ ഇട്ടത്. ഞാൻ തന്നെയാണ് അലക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇട്ടു. അപ്പം ഞങ്ങളുടെ അവിടെ എല്ലാ മലയാള മാസവും 1-ാം തീയതി കഞ്ഞി വെക്കാറുണ്ട്. കഞ്ഞിയും പയറും വെക്കാറുണ്ട്. അത് ആ അമ്പലത്തിലെ വനിതാ കമ്മിറ്റി അംഗങ്ങളുടെ വകയായിട്ടാണുള്ളത്. അപ്പം ഇന്നും ഉണ്ടായിരുന്നു. ഇന്ന് മേടം 1 നിങ്ങൾ കാണുന്നതെന്നാണ് എനിക്കറിയത്തില്ല. അപ്പം ഏപ്രിൽ 14 ഇന്ന് മേടം 1. അപ്പം ഇന്നും കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാനൊരു ജ്യൂസ് കൂടെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ കാണിക്കാൻ വന്നതാണ്. അപ്പോഴത്തേക്ക് അമ്മ ഓടിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേയ്സിങ് എന്തോ 13 7 8 10 എങ്ങാണ്ടായിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് പരിപ്പും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പാക്ക് ഇട്ട് കൊടുത്തു. പാക്കിൽ നീം പൗഡറും തൈരും മാത്രമാണുള്ളത്. കാരണം എനിക്ക് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ടത് ഡാർക്ക് സ്പോട്ട്സ് ആയിട്ട് മാറുകയാണ്. അത് പോവല്ല, അവിടെ കറുത്ത് കറുത്ത് കിടക്കുക കുരുവെല്ലാം കൂടെ വന്നിട്ട്. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നീം പാക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരിറക്കം ഉറങ്ങി ഗൈസ്. പിന്നെ ഞാൻ എപ്പോഴാണ് എഴുന്നേറ്റതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 5 മണിയൊക്കെ ആയി കാണും ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക്. അപ്പം ഉറങ്ങിയോണ്ട് നമുക്ക് വീണ്ടും കുളിച്ചിട്ട് ഇനി അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുളിച്ച് റെഡിയായിട്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അമ്പലത്തിൽ പോകാം. പിന്നെ നമ്മളിനി ഉള്ള വീഡിയോസിൽ അമ്പലത്തിനകം അങ്ങനെ കുറച്ചായിട്ടേ കാണിക്കത്തുള്ളൂ. ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കത്തില്ല കേട്ടോ. അപ്പം നമുക്ക് തൊറ്റമ്പാട്ട് കുറച്ചായിട്ട് കേട്ട് പോകാം. ഞാനങ്ങനെ ഫുൾ എടുക്കുന്നില്ല. ആ ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങൾ മാത്രം എടുത്താണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ 2-ാം ദിവസമായ ഇന്ന് ദാരികനെ കുറിച്ചാണ് പറയുന്നത്. ദാരികൻ എന്ന് വെച്ചാൽ ഒരു അസുരനാണ്. ആ അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവി ജനിക്കുന്നത്. അപ്പോൾ ദേവിയുടെ ജനനമൊക്കെ നാളത്തെ വീഡിയോയിലായിരിക്കും വരുന്നത്. അപ്പം ഇന്ന് ദാരികൻ്റെ ആ ഒരു വരങ്ങൾ കിട്ടിയതും ദാരികനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 2-ാം ദിവസം ആയതുകൊണ്ട് 2 പാർട്ട് കാണും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് ദീപാരാധന കഴിഞ്ഞു. അപ്പോൾ ദീപാരാധനയുടെ വീഡിയോ നമുക്ക് കിട്ടിയില്ല, എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇനി കാണുന്നത്. പിന്നെ ദീപാരാധന കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആളുകളൊക്കെ അങ്ങ് പോകും. കാരണം ദൂരമുള്ളവർക്കൊക്കെ അങ്ങ് പോകേണ്ടതല്ലേ. അപ്പം നമ്മൾ അടുത്തുള്ളവർ മാത്രമേ അവിടെ ഇരിക്കത്തുള്ളൂ. പിന്നെ അപ്പോൾ ഇതിൽ പറയുന്നത് അസുരനായ ദാരികൻ മഹാദേവനെ കാണാൻ പോവുകയാണ്. തപസ്സൊക്കെ ചെയ്തിട്ട് വരം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഹാദേവനോട് ചോദിക്കുന്ന വരം എന്ന് ചോദിച്ചാൽ ശക്തി മന്ത്രമാണ്. അത് മഹാദേവന് കൊടുക്കാൻ പറ്റില്ല. അപ്പം ദാരികൻ എന്തൊക്കെയായാലും പോകുന്ന മട്ടില്ല, ലക്ഷണമില്ല. അതുകൊണ്ട് മഹാദേവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ താഴെ ഇറങ്ങി പോയാലും എനിക്ക് വരം തരണം എന്ന് പറഞ്ഞിട്ട്. അതാണിപ്പോൾ പാടുന്നത്.
അങ്ങനെ ദാരികന് മഹാദേവൻ വരം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നിന്നെ കൊല്ലുന്നത് ഒരു സ്ത്രീ ആയിരിക്കുമെന്ന്. അങ്ങനെ എവിടെ പോയി നീ നിന്നാലും നിന്നെ കൊല്ലുക തന്നെ ചെയ്യും ഒരു സ്ത്രീ എന്ന്. അങ്ങനെയാണ് നമ്മളുടെ ദേവി ജനിക്കുന്നത്. അപ്പം നമ്മളുടെ ദേവിയുടെ ജനനമൊക്കെ നാളത്തെ വീഡിയോയിലായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയോടെ നമുക്കിനി നാളെ കാണാം. അപ്പോൾ ടാറ്റ.